ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. ചിക്കൻ ലസാന ബ്രെഡ് റോൾസാണ്. ഭയങ്കര സിമ്പിളായിട്ട് ബ്രെഡും ചിക്കനൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ സ്നാക്കാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചെറിയൊരു ഫില്ലിങ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിതായി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ എടുക്കാൻ നിൽക്കണ്ട കേട്ടോ, പകരം ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി, ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ടാവും, വെളുത്തുള്ളി ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ തന്നെ ഇടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ ചെറിയ രീതിക്കൊന്ന് മൂത്ത് വരും, നല്ലപോലെ കളറൊന്നും മാറി വരാൻ തുടങ്ങും. ആ ഒരു ടൈമിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതാണെങ്കിൽ 2 സവാള വരെ എടുത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് സമയം അങ്ങനെ ഇട്ട് വഴറ്റി എടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ മിക്സാക്കിയതിന് ശേഷം ഞാൻ ഏകദേശം ഒരു 250-300 ഗ്രാമോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. ഒന്നിക്കും മിൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ ചിക്കൻ ലസാനൊക്കെ ഉണ്ടാക്കുമ്പോൾ മിൻസ് ചെയ്തിട്ട് എടുക്കാറുണ്ട്, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഇങ്ങനെ കടിക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ചിക്കൻ ഒന്ന് വൈറ്റ് കളറായിട്ട് മാറി കിട്ടുന്നവരെ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ചിക്കൻ ഇതുപോലെ വൈറ്റ് കളർ ആയതിനു ശേഷം ഞാൻ ഇതിലേക്ക് ഒരു വലിയ സൈസ് തക്കാളി നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് പ്യൂരിയാക്കി നമ്മൾ അടിച്ചെടുക്കുമല്ലോ, പേസ്റ്റ് പോലെ, അങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ തക്കാളി ചെറുതാണെങ്കിൽ 2 വരെ എടുക്കുക കേട്ടോ. ഇങ്ങനെ തന്നെ ചേർക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പമുള്ള ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ക്യാപ്സിക്കം 2-3 കളേഴ്സിലായിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക, നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ, വേണമെന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കണേ. അപ്പോൾ ഞാനൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒന്നങ്ങ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. ചിക്കൻ വെന്ത് വരുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിൽ നിന്ന് അത്യാവശ്യം നമ്മുടെ ടൊമാറ്റോ പ്യൂരിയുടെ വെള്ളം ഉണ്ടാവും, ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും കേട്ടോ. അതിനുശേഷം അടപ്പ് തുറന്നിട്ട് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുത്ത് നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കണേ. ഇപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ ഏതാണ്ട് അങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു വെള്ളം ഒന്ന് മൊത്തത്തിൽ വറ്റിച്ചെടുക്കുന്ന സമയത്തൊക്കെ മൊത്തത്തിൽ ചിക്കനൊക്കെ റെഡിയായി കുക്കായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ഫില്ലിങ് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വെള്ളമൊന്ന് ഞാൻ ഇതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം ലാസ്റ്റ് ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കട്ടെ. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് ആ ഒരു ടൊമാറ്റോ പ്യൂരിയൊക്കെ നന്നായിട്ട് വറ്റിയെടുക്കണേ. അപ്പോൾ ഇതാ എൻ്റെ ഫില്ലിങ് കണ്ടില്ലേ, ഈ ഒരു രീതിയിലാക്കിയിട്ട് തന്നെ എടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ നമുക്ക് അടുത്തത് ലസാന റോൾസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ബ്രെഡ് കൊണ്ടാണ് ചെയ്തെടുക്കുന്നത്. ലസാന ഷീറ്റോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ചൊരു വലുപ്പമുള്ള സൈസ് ബ്രെഡ് സ്ലൈസ് എടുക്കാൻ നോക്കട്ടെ. അപ്പോൾ കുറച്ച് വലിയൊരു നല്ല ഭംഗിയിലുള്ള റോളായിട്ട് കിട്ടിക്കണം, ചെറുതാണേലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ ഓരോ സ്ലൈസ് ബ്രെഡ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. നല്ല തിന്നായിട്ടുള്ള ഷീറ്റായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ ചില ബ്രെഡ് ഇതുപോലെ പരത്തിയെടുക്കുമ്പോൾ എളുപ്പത്തിൽ പറ്റില്ല കേട്ടോ, അപ്പോൾ ഒടിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കട്ടെ. ഒന്ന് ആവിയേറ്റെടുത്താൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ പരത്തിയെടുക്കാം പറ്റിക്കോളും. അപ്പോൾ ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നേരെ ഷീറ്റായിട്ട് ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പരത്തിയെടുത്തതിന് ശേഷമാണ് കേട്ടോ ഞാൻ സൈഡ് പാർട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും കട്ടറോ കത്തിയോ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ഒരേ സൈസിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തിട്ട് പരത്തിയെടുക്കുമ്പോൾ സൈഡ് വീണ്ടും ലാസ്റ്റ് പരത്തിക്കഴിഞ്ഞാൽ ഒരു ഭംഗിയില്ലാതെ കൊണ്ട് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ കണ്ടില്ല, നല്ല അടിപൊളി ഷീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു സൈഡ് പാർട്ട് നിങ്ങൾ കളയണ്ട കേട്ടോ. നമുക്കിതിലേക്ക് ബ്രെഡ് ക്രംസ് ആവശ്യമുണ്ട്, അത് ഈ ഒരു സൈഡ് പാർട്ടോട് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എത്രത്തോളം ഷീറ്റ് വേണം അതിനനുസരിച്ച് നിങ്ങൾ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്കുള്ളൊരു വൈറ്റ് സോസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് ഞാൻ ഏകദേശം ഒരു പീസ് അളവിൽ ബട്ടർ, അൺസാൾട്ടഡ് ബട്ടറാണ് ഇട്ട് കൊടുത്തില്ല. അതൊന്ന് നന്നായിട്ട് മെൽട്ടായിട്ട് വരുന്ന സമയത്ത് ഏകദേശം ഒരു 4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ നല്ല പൊടിയായിട്ട് കട്ട് ചെയ്ത്, അത്യാവശ്യം വലുപ്പമുള്ള 4 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പൊടിയായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബട്ടറിൽ വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. ചെറുതായിട്ട് നല്ലൊരു മണവും കളറൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം. അതുപോലെ തന്നെ ബട്ടർ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൽ അധികമായിട്ട് ഉണ്ടാവും കേട്ടോ.
അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റി കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്തേക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു മൈദയുടെ പച്ച ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതുപോലെ മൊത്തത്തിൽ മൈദയൊക്കെ കുക്കായി ഒന്ന് മെൽട്ടായി ആ ഒരു ടെക്സ്ചർ ആകുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമുക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലായിട്ട് ആദ്യം തന്നെ ഒഴിക്കാതെ ഇതുപോലെ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾക്ക് പാൽ ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ മൈദ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അത് വിചാരിച്ച് ടെൻഷൻ ആവണ്ട കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ആകുമ്പോൾ പാലൊന്ന് ഇതുപോലെ ചൂടാകാൻ തുടങ്ങുമല്ലോ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കിനും മൊത്തത്തിൽ മൈദയൊക്കെ മെൽട്ടായിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് കുറച്ച് ഇതുപോലെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുമ്പോൾ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ മനസ്സിലാവും മൈദയൊക്കെ മൊത്തത്തിൽ മെൽട്ടായിട്ടുണ്ട്, ഒന്നങ്ങ് ലൂസായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലൊന്ന് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ തന്നെ അത്യാവശ്യം തിക്കായി വന്നോളും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വൈറ്റ് സോസ് റെഡി ആവാറായിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ എല്ലാ പരിപാടികളും ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ തിക്കായി പോകും. അപ്പോൾ പാലിത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ഒരല്പം ഉപ്പും 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർക്കുന്നതാണ് കേട്ടോ. നമ്മൾ പിസയ്ക്ക് ചേർക്കുന്ന ഒറിഗാനോ. അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ പാൽ കണ്ടില്ല അത്യാവശ്യം നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓവറായിട്ട് ഭയങ്കരമായിട്ട് തിക്കാവുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട. കാരണം ഈ ഒരു വൈറ്റ് സോസ് എന്ന് പറയുന്നത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുമ്പോഴത്തേക്കന്നെ വീണ്ടും വീണ്ടും തിക്കായി വരുന്നൊരു സംഭവമാണല്ലോ, അറിയാലോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് ബ്രെഡിൽ പുരട്ടിയെടുക്കാം. നമ്മൾ ജാമൊക്കെ പുരട്ടുന്ന പോലെ ആ ഒരു ഇത് സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനായിരിക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണേ. അപ്പോൾ അടുത്തത് ഇതാ, നമ്മൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള ബ്രെഡ് ഷീറ്റില്ലേ, അത് ഇതുപോലെ എടുത്തിട്ട് അതിലേക്ക് നന്നായിട്ട് നമ്മുടെ വൈറ്റ് സോസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നല്ലപോലെ എത്രത്തോളം വേണോ അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ മോസറല്ല ചീസ് കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് ഈ ഒരു ഷീറ്റിലായിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒട്ടുന്നതിന് നിർബന്ധമൊന്നുമില്ല. ഈ ഒരു സോസ് മാത്രം ഉണ്ടായാൽ തന്നെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം എത്രത്തോളം ഫില്ലിങ് നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫില്ലിങ് വെച്ചതിന് ശേഷം പതുക്കെ നമ്മൾ നോർമൽ റോള് ചെയ്തെടുക്കുന്ന പോലെ റോൾ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു മൈദയുടെ ആ ഒരു നമ്മുടെ വൈറ്റ് സോസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടെ നന്നായിട്ട് ഈ ഒരു രീതിയിൽ അങ്ങ് ഒട്ടിക്കിട്ടിക്കൊള്ളും കേട്ടോ. ഇളകി പോകുന്ന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏകദേശം ഒരു 2-3 ടേബിൾ സ്പൂണോളം പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു ചിക്കൻ ലസാനിയ റോൾ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസും കൂടി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ ഡിപ്പ് ചെയ്യുക, കോട്ട് ചെയ്യുക, പിന്നെ ഫ്രൈ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. നോർമൽ നമ്മൾ കട്ട്ലേറ്റ് ഒക്കെ ചെയ്യുന്ന പോലെ. അപ്പോൾ ആദ്യം തന്നെ മുട്ടയുടെ മിക്സിലേക്ക് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ബ്രെഡ് ക്രംസിന് നല്ലപോലെ കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു 2 സൈഡിൽ നമ്മുടെ ഫില്ലിങ് കാണുന്ന ആ ഒരു ഭാഗത്തൊക്കെ ബ്രെഡ് ക്രംസ് തന്നെ ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഫില്ലിംഗ് ഒന്നും പുറമേ ആവാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉള്ളൊന്നും ഒരുപാട് അങ്ങനെ വേവാനൊന്നുമില്ലല്ലോ. പെട്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടെ ഒന്ന് ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ ലസാനിയ റോള് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ചിക്കൻ ലസാന റോള് മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ, കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കെച്ചപ്പ് കാര്യങ്ങളൊന്നും വേണമെന്നില്ല, ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റി ആവും. നിർബന്ധമില്ല, ആ ഒരു വൈറ്റ് സോസിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മാത്രം മതിയാവും കേട്ടോ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ചിക്കനും ബ്രെഡും ഒക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡിലൻ ഐറ്റം തന്നെയാണ് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ, മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്